മാഗി നക്സലുകളെ പിന്തുണച്ച മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരത്തിനെതിരെ നക്സൽ ആക്രമണത്തിനിരയായവർ രംഗത്ത്. നക്സൽ ആക്രമണത്തെ വെള്ളപൂശുന്നത് ലജ്ജാകരമാണെന്നും ചിദംബരം നക്സലുകൾക്ക് ഒപ്പം വന്നത് വേദനാജനകമാണെന്നും ഇവർ പറയുന്നു. ബസ്തറിൽ നക്സൽ ആക്രമണത്തിന് ഇരയായവരാണ് ചിദംബരത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിലാണ് ചിദംബരത്തിന്റെ നിലപാടിനെ ഇവർ വിമർശിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആദർശ് TS ചേരുന്നുണ്ട്. ആദർശ്, എന്തായാലും ചിദംബരത്തിന്റെ ഈ ഒരു പരാമർശം കൂടുതൽ രാഷ്ട്രീയ ചർച്ചകളിലേക്കൊക്കെ തന്നെയും വഴിവെക്കുമ്പോൾ അത് കോൺഗ്രസിന് കടുത്ത പ്രതിരോധത്തിലാക്കുകയല്ലേ? തീർച്ചയായും വിഷ്ണു, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ പുലർത്തുന്ന സമീപനം തന്നെയാണ് ചിദംബരത്തിൻ്റെ ഈ വാക്കുകളിൽ പ്രകടമായത്. കാരണം നക്സലിസത്തോടും ദിമാഗി നക്സൽ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആ പരാമർശത്തെ വിമർശിച്ചുകൊണ്ടാണ് പി ചിദംബരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു അഭിപ്രായ പ്രകടനം ഉണ്ടായത്. ദിമാഗി നക്സൽ എന്ന് ആ വിളിയെ ഈ ചിദംബരം പറയുന്നത് താനും ഒരു ദിമാഗി നക്സലാണ് എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ നക്സലിസത്തോടും ദിമാഗി നക്സലുകളോടുമുള്ള ചിദംബരത്തിൻ്റെ സമീപനം തന്നെ വ്യക്തമായത്. അതുകൊണ്ടാണ് ബസ്തറിൽ ഈ നക്സൽ ആക്രമണത്തിന് ഇരയായവർ ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ എത്തുകയും അവിടെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് അവർക്ക് ഈ ചിദംബരം നടത്തിയ അഭിപ്രായ പ്രകടനത്തിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തത്. കൃത്യമായിട്ട് അവർ ഈ നക്സലുകളുടെ EID ആക്രമണത്തിന് ഉൾപ്പെടെ ഇരയായവർ ഒരു കാര്യം എടുത്തു കാട്ടുകയും ചെയ്തു. കാരണം തങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ചിദംബരം മന്ത്രിയായിട്ടുണ്ടായിരുന്നു. അന്ന് ചിദംബരം ആർക്കൊപ്പമായിരുന്നു? ഇരയായ തങ്ങൾക്കൊപ്പമാണോ, അതുമല്ലെങ്കിൽ നക്സൽ ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കൊപ്പമായിരുന്നുവോ, നക്സലുകൾക്കൊപ്പമായിരുന്നുവോ എന്ന് ചിദംബരം വ്യക്തമാക്കണമെന്നും അവർ പറയുകയും ചെയ്തു. ചിദംബരത്തെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു നേതാവ് നടത്തുന്ന ഈ ഒരു പരാമർശം അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു. നക്സലുകൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ ദിമാഗി നക്സലുകൾക്കൊപ്പമാണ് താനെന്ന് ചിദംബരം പറയുമ്പോൾ ഈ ബസ്തറിൽ വീണ ജനങ്ങളുടെ കണ്ണുനീരിന് ആരാണ് ഉത്തരവാദി എന്നും, ചിദംബരത്തെ പോലുള്ളവർ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ പോലും ആക്രമണം നടന്നു എന്നും, CRPF ജവാന്മാർക്ക് പോലും ജീവൻ നഷ്ടപ്പെട്ടു എന്നും ചൂണ്ടിക്കാട്ടിയ അവർ ചിദംബരം ആർക്കൊപ്പമാണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായെന്നും അന്നപ്പോൾ തങ്ങൾ ചതിക്കപ്പെട്ടു എന്നുമാണ് പറഞ്ഞത്. കാരണം ചിദംബരത്തെ പോലുള്ളവർ ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തെ നിയന്ത്രിച്ചിരുന്നു. അപ്പോഴൊക്കെ നക്സൽ ആക്രമണങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. അന്ന് ഇവരുടെ മനസ്സ് നക്സലുകൾക്കൊപ്പമായിരുന്നു എന്നൊരു വലിയ ചോദ്യവും ഈ ബസ്തറിൽ നിന്നെത്തിയവരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. ഈ നക്സൽ ആക്രമണത്തിൽ പരിക്കേറ്റവർ അടക്കമുള്ളവർ, ഒപ്പം തന്നെ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ, അങ്ങനെ അവർ നക്സൽ ശാന്തി സമിതിയുടെ നേതൃത്വത്തിലാണ് ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വാർത്താ സമ്മേളനം നടത്തുകയും ചിദംബരത്തിൻ്റെ ഈ നിലപാടിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തത്. എന്തായാലും ചിദംബരവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ കോൺഗ്രസുമൊക്കെ ഈ ഒരു സമീപനത്തിൽ ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം പലപ്പോഴും കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ നക്സലുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു. അന്നൊക്കെ കോൺഗ്രസിൻ്റെ മനസ്സ് ആർക്കൊപ്പമായിരുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ഉയരുന്നത്. ഒപ്പം തന്നെ ഈ ദിമാഗി നക്സൽ പ്രയോഗത്തിൻ്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കോൺഗ്രസ് നേതാക്കളുടെ സമീപനവും നിലപാടും എന്താണ് എന്നുള്ള വലിയ ചോദ്യവും ഇതിലൂടെ ഉയരുന്നുണ്ട്. വിഷ്ണു, ശരി, ആദർശാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.